ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. 2024 മെയ് 23 വ്യാഴാഴ്ച പൗർണമി ദിവസം കൂടിയ അന്നേ ദിവസമാണ് ബുദ്ധ പൂർണിമ, ബുദ്ധൻ്റെ പൂർണിമ. അന്നേ ദിവസം പാദുക പൂജ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. യോഗിവര്യനായിട്ടുള്ള ബുദ്ധൻ്റെ പൂർണിമ ദിവസമായതിനാൽ ബുദ്ധൻ്റെ വിഗ്രഹമോ അന്നേ ദിവസം വിളക്ക് കത്തിച്ച് വെച്ച് ഒരു പീഠം വിരിച്ച് അതിൽ ബുദ്ധൻ്റെ പ്രതിമയോ അല്ലെങ്കിൽ മെതിയടിയോ പാദുകം മെതിയടിയോ വെച്ച് പൂജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഓം നമഃ ശിവായ മന്ത്രം ജപിച്ച് ഗുരു പാദുകം മനസ്സിൽ വിചാരിച്ച് വേണം പ്രാർത്ഥിക്കാൻ. പൂർവികമായ ഗുരു പരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ബോധോദയം ലഭിച്ച, ബോധജ്ഞാനം ലഭിക്കാൻ, ജ്ഞാനോദയം ലഭിക്കാൻ, ബോധോദയം ഉണ്ടാകാൻ പൂർവികരായിട്ടുള്ള ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകാൻ പാദുക പൂജ ചെയ്യുന്നത്, ഓം നമഃ ശിവായ മന്ത്രം ജപിച്ച് പാദുക പൂജ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. കുറഞ്ഞത് 108 തവണയെങ്കിലും കൂവളത്തില കൊണ്ട് ഓം നമഃ ശിവായ ജപിച്ച് മെതിയടിയിൽ ഓം ഗും ഗുരുഭ്യോ നമ എന്ന് മന്ത്രം ജപിച്ച് ഓം നമഃ ശിവായ ജപിച്ച് ത്രിസന്ധ്യയ്ക്ക് ചെയ്യുന്നത് 108 തവണയെങ്കിലും ജപിക്കുന്നത് ഉത്തമമാണ്. മെതിയടി ഇല്ലെങ്കിൽ ഒരു പീഠം വിരിച്ച് മനസ്സിൽ പാദുകം മെതിയടി ഇരിക്കുന്നതായിട്ട്, ആ പീഠത്തിൽ മെതിയടി ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഗുരു പാദമായി സങ്കല്പിച്ച് ചെയ്താലും മതി. മാനസ പൂജ അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രതിമ, നമ്മളെ അക്ഷരം തൊട്ട് പഠിപ്പിച്ച ഗുരുക്കന്മാരെ മനസ്സിൽ വിചാരിച്ച് പൂർവിക ആചാര്യന്മാരെ പഠിപ്പിച്ചവരെ എല്ലാവരെയും മനസ്സിൽ വിചാരിച്ച് അവരുടെ പാദം തൊട്ട് തൊഴുന്നതായി മനസ്സിൽ കരുതി മാനസ പൂജ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ അന്നദാനം കൊടുക്കുന്നതും, അടുത്ത് നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് വെറ്റിയും പാക്കും ദക്ഷിണയും കൊടുത്ത് അനുഗ്രഹം മേടിക്കുന്നതും എല്ലാം ഉചിതമാണ്. അവിടെ പോയി ഒന്ന് കാൽ തൊട്ട് വന്നിച്ചിന്നതും, അടുത്ത് പഠിപ്പിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദർശനം നടത്തി വെറ്റിയും പാക്കും ദക്ഷിണയും കൊടുത്ത് ഒന്ന് പാദം തൊട്ട് തൊഴുത് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് ഒന്ന് ജപിച്ച് അനുഗ്രഹം മേടിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ബുദ്ധ പൂർണിമ. നമ്മുടെ ഭാവിയിലേക്കുള്ള ഉന്നമനത്തിന്, ഗുരുക്കന്മാരുടെ പ്രീതി, ഗുരുകടാക്ഷമുണ്ടാകുന്നതിന്, നല്ലൊരു വഴി തെളിഞ്ഞു കിട്ടുന്നതിന്, ബോധം, ജ്ഞാനം എന്നിവ ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രീതികരമായ ദിവസമാണ് ബുദ്ധ പൂർണിമ. വ്യാഴാഴ്ച ഗുരുവിൻ്റെ ബൃഹസ്പതിയുടെ ദിവസവും കൂടിയാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമാണ്, പൗർണമിയാണ്, ബുദ്ധൻ്റെ ജയന്തിയും കൂടിയാണ്. ആ ദിവസം ഗുരുകടാക്ഷമുണ്ടാകാൻ വീട്ടിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് പാദുക പൂജ ചെയ്യുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഉചിതമായ കാര്യമാണ്. ആ നിലവിളക്കിൻ്റെ മുമ്പിൽ ഒരു താലം വെച്ച് അതിൽ ഓം നമഃ ശിവായ ഓം ഗും ഗുരുഭ്യോ നമ എന്ന് 108 തവണ അർച്ചിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ആ താലത്തിൽ ഒരു പട്ട വിരിച്ച് അതിൽ പാദുകം ഇരിക്കുന്നതായി, ഗുരുവിൻ്റെ പാദുകം മെതിയടി ഇരിക്കുന്നതായി മനസ്സിൽ സങ്കല്പിച്ച് ഓം ഗും ഗുരുഭ്യോ നമ ഓം നമഃ ശിവായ എന്ന് ജപിച്ച് കൂവളത്തില സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്.
അന്നേ ദിവസം പഠിക്കുന്ന കുട്ടികൾ ജ്ഞാനം ഉണ്ടാകുന്നതിന് എല്ലാവരുടെയും പൂർവ ആചാര്യന്മാരായിട്ടുള്ള എല്ലാവരുടെയും നമ്മളെ പഠിപ്പിച്ചവരായിട്ടുള്ള എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി പൂർണ്ണമായും ഇത് സമർപ്പിച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ പവിത്രമായ കാര്യമാണ്. ഓം ഗും ഗുരുഭ്യോ നമ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. അന്ധകാരമാകുന്ന ഇരുട്ടിൽ നിന്ന്, തമസിൽ നിന്നും നമ്മളെ കരകയറ്റി വെളിച്ചമാകുന്ന ജ്ഞാനത്തെ നൽകുന്ന ആ ജ്ഞാനസ്വരൂപ ഗുരുക്കന്മാർ അല്ലേ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് അറിവ് തന്ന് ഇന്നത് എന്നുള്ള വിവരങ്ങൾ ധരിപ്പിച്ച് നമ്മളെ ഉയർത്തുന്നത്, വഴികാട്ടിത്തരുന്നത്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ പ്രണമിക്കുക, നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ഹരി ഓം ഗും ഗുരുഭ്യോ നമ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.